ഹലോ, വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ കോർണർ ജോയിൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ലക്ഷ്യങ്ങൾ: ഈ മൊഡ്യൂളിന്റെ അവസാനം നിങ്ങൾ ഡ്രോയിങ് പ്രകാരം MS പ്ലേറ്റുകൾ തയ്യാറാക്കാൻ പഠിക്കും. ഓവർഹെഡ് പൊസിഷനിൽ കോർണർ ജോയിന്റ് സെറ്റ് ചെയ്യാൻ, പ്ലേറ്റുകളെ ടാക്ക് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ, യൂണിഫോം ട്രാവൽ സ്പീഡിൽ വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് GMAWന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ആൻഡ് സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ സ്പീഡും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡേഴ്സ്, സപ്ലൈ ഓഫ് ഇലക്ട്രോഡ് വയർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. നമുക്ക് GMAW ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ കോർണർ ജോയിന്റിന്റെ പ്രീ വെൽഡിങ്ങിനെ കുറിച്ച് നോക്കാം. ഡ്രോയിങ് അനുസരിച്ച് MS പ്ലേറ്റ് 150 mm by 50 mm by 10 mm ആയി മുറിക്കുക. ഫൈലിങ്ങിലൂടെ പ്ലേറ്റിനെ ഡീബർ ചെയ്ത് വൃത്തിയാക്കുക. ഷീറ്റിന്റെ അരികുകൾ സ്ക്വയറായി ഫയൽ ചെയ്യുകയും ഗ്രൈൻഡ് ചെയ്യുകയും വേണം. സ്പെസിഫിക്കേഷൻ പ്രകാരം കോർണർ ജോയിന്റ് സെറ്റ് ചെയ്യുക. സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുക. വലത്തു ഭാഗത്ത് ടോർച്ച് സെറ്റ് ചെയ്യുക. 90 മുതൽ 100 ആംപിയർ കറണ്ട് സെറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് വയർ ഫീഡിംഗ് റേറ്റ് 3 മുതൽ 4 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. 19 മുതൽ 20 ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിക്കുക. ഒരു 0.8 mm ഡയ കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ CCMS വയർ ഉപയോഗിക്കുക. ടേബിളിൽ കോർണർ ജോയിന്റ് രണ്ടറ്റങ്ങളിലും ടാക്ക് വെൽഡ് ചെയ്യുക. നമുക്ക് GMAWയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിൽ കോർണർ ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. വെൽഡ് പൊസിഷനറിൽ നിന്ന് ഓവർഹെഡ് പൊസിഷനിലേക്ക് ജോബിനെ ടാക്ക് വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യുക. കോർണർ ജോയിന്റ് വെൽഡ് പൊസിഷനറിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ലൈനർ, ഫില്ലർ വയർ, ഗ്യാസ് ഹോസ് മുതലായവ അടങ്ങിയ ടോർച്ച് അസംബ്ലി ഹോസ് ഉറപ്പാക്കുക. അതുവഴി ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ തോളിന് മുകളിലൂടെ കൊണ്ടുപോകാൻ മതിയായ നീളമുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയും. ഇത് ടോർച്ചും വെൽഡ് ചെയ്യേണ്ട ജോയിന്റും തമ്മിലുള്ള സ്ഥിരമായ അകലം നിലനിർത്താൻ സഹായിക്കും. ഓവർഹെഡ് പൊസിഷനിലെ സ്പാർട്ടറുകളിൽ നിന്ന് മുഴുവൻ ശരീരത്തെയും സംരക്ഷിക്കുന്നതിന് വെൽഡിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതും പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ധരിക്കുന്നതും, യൂണിഫോം ട്രാവൽ സ്പീഡ് ഉപയോഗിച്ച് വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ശരിയായ ലെഗ് ലെങ്തും ഷീറ്റുകളുടെ സംയോജനവും അനുയോജ്യമായ വെൽഡിംഗ് ടോർച്ച് ആംഗിൾ, ആർക്ക് ട്രാവൽ സ്പീഡ് എന്നിവ ഉറപ്പാക്കുക. സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അനുയോജ്യമായ ടോർച്ച് ആംഗിളും ആർക്ക് ട്രാവലും ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ നല്ല പെനട്രേഷനും സംയോജനവും ഉറപ്പാക്കുക. അമിതമായ വേവിംഗ് കാരണം പ്ലേറ്റിന്റെ അറ്റം ഉരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. കോർണർ ജോയിന്റിന്റെ മറ്റേ ടോയിൽ ഒരു അണ്ടർകട്ടും ഇല്ലെന്ന് ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ ബീഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് GMAW ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ കോർണർ ജോയിന്റിന്റെ കോഷനെ കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും ചർച്ച ചെയ്യാം. യൂണിഫോം വെൽഡ് സൈസും ശരിയായ റീഇൻഫോഴ്സ്മെന്റും പരിശോധിക്കുക.
വെൽഡഡ് ഏരിയ വൃത്തിയാക്കുക, വെൽഡിംഗ് ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് പോരായ്മകളെ കുറിച്ച് നോക്കാം. സ്പാറ്റേഴ്സ്, ബ്ലോ ഹോൾസ്, excessive reinforcement, concavity. റീക്യാപ്പ്: ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഡ്രോയിങ് പ്രകാരം MS പ്ലേറ്റുകൾ തയ്യാറാക്കാൻ, ഓവർഹെഡ് പൊസിഷനിൽ കോർണർ ജോയിന്റ് സെറ്റ് ചെയ്യാൻ, പ്ലേറ്റ്സ് ടാഗ് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ, യൂണിഫോം ട്രാവൽ സ്പീഡിൻ്റെ ഒപ്പം വെൽഡ് ബീഡിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ, എന്തെങ്കിലും സർഫേസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽമെൻസ് പരിശോധിക്കാൻ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.